അഹമ്മദാബാദ് വിമാന അപകടത്തിൽ സമഗ്ര അന്വേഷണത്തിന് ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. അപകടത്തിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ഇടിച്ചിറങ്ങിയ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് നീക്കി. അപകടത്തിൽ മരണസംഖ്യ 279 അപകടത്തിൽ മരിച്ച എല്ലാവരുടെയും കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നൽകുമെന്ന് ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചു. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് ദുരന്തത്തിന്റെ 3-ാം ദിവസമാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് നീക്കിയത്. ക്രെയിൻ ഉപയോഗിച്ചായിരുന്നു ശ്രമകരമായ ദൗത്യം. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി NDRFന്റെ പരിശോധന തുടരുകയാണ്. ദുരന്ത സ്ഥലത്ത് നിന്ന് കൂടുതൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെടുത്തു. ജീവൻ നഷ്ടമായ മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും പ്രദേശവാസികളുടെയും എണ്ണം ഇനിയും കൃത്യമായി തിട്ടപ്പെടുത്താനായിട്ടില്ല. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് സൂചന. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും അപകട സ്ഥലത്തുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് അപകടത്തിന് ശേഷമുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി. അപകടത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറി അധ്യക്ഷനായ പുതിയ സമിതിയെ ചുമതലപ്പെടുത്തി. 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ബ്ലാക്ക് ബോക്സിന്റെ വിശദമായ പരിശോധനയിലൂടെ അപകടത്തിന്റെ കാരണം ഉടൻ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷ. ബോയിങ് 787 വിമാനങ്ങളിൽ വിശദമായ പരിശോധന നടത്തുമെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി റാം മോഹൻ നായിഡു നിർദ്ദേശിച്ചു. The AIB team believes that this decoding of the black box is going to give a in-depth insight into what would have actually happened during the process of the crash or moments before the crash itself. കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലെങ്ങും ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ തേങ്ങലും വിങ്ങലുകളുമാണ്. മൃതദേഹാവശിഷ്ടങ്ങൾ തിരിച്ചറിയാൻ DNA സാമ്പിളുകൾ നൽകി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ. DNA പരിശോധനകൾക്ക് ശേഷമേ മരിച്ചവരുടെ എണ്ണം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കൂ. അതിനിടെ വിമാന ദുരന്തത്തിൽ സുപ്രീം കോടതി സ്വമേധയാ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് 2 ഡോക്ടർമാർ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതി. ഇരകൾക്ക് എത്രയും വേഗം നഷ്ടപരിഹാരം നൽകാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിക്കണമെന്നാണ് ആവശ്യം. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.